റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ നാളെ ക്യാൻസലായി പോകുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധ സമരം നടത്തുകയാണ്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളാണ് പ്രതിഷേധ സൂചകമായി മുടിമുറിക്കൽ സമരം നടത്തുന്നത്. ശരൺ ചേരുന്നു. ശരൺ, എന്തൊക്കെയാണ് അവിടെ സംഭവിക്കുന്നത്? സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ കുറെ നാളായിട്ട്, അതായത് 1.5 ആഴ്ചയായിട്ട് ഇത്തരത്തിൽ ഈ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് സമരത്തിലായിരുന്നു. അല്പസമയം മുമ്പ് മുഖ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിരുന്നത് PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. പകരം ഈ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ, ഒഴിവ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഇതാണ് ഇപ്പോൾ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. അതായത് റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയോടെ കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇപ്പോൾ മുടി മുറിച്ചുള്ള പ്രതിഷേധം. നമുക്ക് ദൃശ്യങ്ങൾ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. അതായത് 5 വനിതകളാണ്, അതായത് 5 ഉദ്യോഗസ്ഥർ, റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 5 ഉദ്യോഗാർത്ഥികളാണ് മുടി മുറിച്ചുകൊണ്ടുള്ള സമരത്തിലേക്ക് കടന്നിരിക്കുന്നത്. ഈ മുടി മുറിച്ച് സമരത്തിലേക്ക് കടന്ന ശേഷം ഇത് പൂർത്തിയായ ശേഷം ഈ വനിതാ മതിൽ തീർത്ത് സമരം നടത്തുന്നതിനെ കുറിച്ചും ഇപ്പോൾ ഈ ഉദ്യോഗാർത്ഥികൾ ആലോചിക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. പ്രത്യേകിച്ച് മറ്റന്നാൾ 493 തസ്തികകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റുകൾ അവസാനിക്കുകയാണ്. ഇത് നീട്ടാൻ കഴിയില്ലെന്ന നിലപാടാണ് സർക്കാർ എടുത്തിരിക്കുന്നത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രധാനമായും വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് അവർ വ്യക്തമാക്കുന്നത് 1 ദിവസം മാത്രമാണ്. മറ്റ് പല റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസം നീട്ടിയിട്ടുണ്ടെങ്കിലും തങ്ങളുടെ റാങ്ക് ലിസ്റ്റ് 1 ദിവസം മാത്രമാണ് കാലാവധി നീട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 6 മാസമെങ്കിലും നീട്ടാനുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കണമെന്നുള്ളതാണ് ഇവരുടെ ആവശ്യം. എന്നാൽ അത്തരത്തിൽ റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി നീട്ടാൻ കഴിയില്ല എന്ന നിലപാട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. ഇതിന്റെ ഭാഗമായിട്ട് ഇന്നും നാളെയും മറ്റന്നാളും, അതായത് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്ന മറ്റന്നാൾ വരെ ശക്തമായ പ്രതിഷേധ മാർഗത്തിലേക്ക് കടക്കുമെന്ന സൂചന നേരത്തെ ഈ വനിതാ സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുടി മുറിച്ചുള്ള സമരത്തിലേക്കും കടന്നിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വനിതാ മതിൽ തീർത്തുകൊണ്ടുള്ള സമര പരിപാടിയിലേക്ക് കടക്കാൻ കൂടിയാണ് ഇപ്പോൾ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സ് തീരുമാനിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് PSC ഉദ്യോഗാർത്ഥികൾ കടക്കുന്നു പറയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് വളരെ നിർണായകമായ PSC യോഗം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചേരാനിരിക്കുകയാണ്. ഒരു വശത്ത് ഈ വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരം നടക്കുമ്പോൾ തന്നെ മറുവശത്ത് നമുക്ക് LGS ഉദ്യോഗാർത്ഥികളുടെ സമരവും കാണാൻ കഴിയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായിട്ടുള്ള വിധി അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതായത് അടുത്ത മാസം 29-ാം തീയതി വരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണമെന്നാണ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഉത്തരവിട്ടിരുന്നത്. ഇത് ഇന്ന് PSC ഉച്ചയ്ക്ക് ചേരുന്ന PSC യോഗം പരിഗണിക്കും, നിയമവശങ്ങൾ പരിശോധിക്കും. ഇതോടൊപ്പം തന്നെ ഈ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ PSC നീക്കം നടത്തുന്നതായിട്ടുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വലിയ സംഭവവികാസങ്ങൾ നടക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് വനിതാ സിവിൽ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ ശക്തമായ പ്രതിഷേധം, മുടി മുറിച്ചുള്ള പ്രതിഷേധം. സെക്രട്ടേറിയറ്റ് മുന്നിലാണ് പ്രതിഷേധം.